പാഞ്ചാലിയിൽ പാണ്ഡവർക്കുണ്ടായ 5 മക്കൾ ഇവരായിരുന്നു. ധാരാളം സ്ത്രീകളുമൊക്കെയായി വിനോദത്തിനായി കൃഷ്ണനും അർജുനനും കൂടി യമുനാ നദിയുടെ തീരത്തുള്ള ആ പ്രദേശത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തി അവരോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരണം. അർജുനൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് ഈ വലിയ യുദ്ധം ചെയ്യാൻ സാധിക്കൂ. നമസ്കാരം, ജസ്റ്റ് ഡീകോഡ് ചാനലിലേക്കും മഹാഭാരത പര്യടനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്കും സ്വാഗതം. സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ച കഥയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. യഥാർത്ഥത്തിൽ വിവാഹമായിരുന്നില്ല, അതൊരു തട്ടിക്കൊണ്ടുപോകലായിരുന്നു. സുഭദ്ര കൂടി ഉൾപ്പെട്ട സുഭദ്രയുടെ സഹോദരൻ ശ്രീകൃഷ്ണൻ കൂടി പ്ലാൻ ചെയ്ത ഒരു തട്ടിക്കൊണ്ടുപോകൽ. ആ തട്ടിക്കൊണ്ടുപോകലിൽ തേര് തെളിച്ചത് സുഭദ്ര തന്നെയായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ടാണ് ബലരാമന്റെ ദേഷ്യം കുറഞ്ഞത് അല്ലെങ്കിൽ മാറിയത്. പാഞ്ചാലിക്ക് ദേഷ്യമൊന്നും വരാതിരിക്കാനായി സുഭദ്രയെ ഒരു ആയർ പെൺകുട്ടിയുടെ വേഷത്തിൽ പാഞ്ചാലിയുടെ വീട്ടിലേക്ക്, കൊട്ടാരത്തിലേക്ക് അയച്ചു. അങ്ങനെ പാഞ്ചാലിയോട് വളരെ താഴ്മയോടെ ഇടപെട്ട് സുഭദ്ര ആ ദേഷ്യം മാറ്റി. ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ അവർ സസുഖം അവിടെ കഴിഞ്ഞു. സുഭദ്ര യഥാസമയം ഗർഭിണിയായി. സുഭദ്രയ്ക്ക് ഒരു മകൻ ഉണ്ടായി, അഭിമന്യു. ഈ അഭിമന്യുവിൻ്റെ തലമുറയിലൂടെയാണ് പിന്നീട് പാണ്ഡവ പക്ഷം അല്ലെങ്കിൽ വലിയ ഈ കുരുവംശം നിലനിൽക്കുന്നത്. അർജുനന് മുൻപും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഉലൂബിയിൽ ഇരവാൻ എന്ന മകനും ബഭ്രുവാഹനൻ എന്ന മകനും ഉണ്ടായിട്ടുണ്ട്. ചിത്രാംഗതയിലാണ് ബഭ്രുവാഹനൻ എന്ന മകൻ ഉണ്ടായിട്ടുള്ളത്. ഭീമസേനന് നേരത്തെ തന്നെ ഘടോൽക്കചൻ എന്ന ഒരു പുത്രനുണ്ട്. അപ്പോൾ പാണ്ഡവരുടെ മൂപ്പിളമ നോക്കുകയാണെങ്കിൽ ആദ്യ മകൻ ഘടോൽക്കചനാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇരവാന്റെയും ബഭ്രുവാഹനന്റെയും ഘടോൽക്കചന്റെയും ഒന്നും കാര്യം ഇവരുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അനന്തരാവകാശികളുടെ സ്ഥാനത്തേക്ക് പറയുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ളതാണ് രസകരം. ഘടോൽക്കചനും ഇരവാനുമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയും അഭിമന്യു ആണ് കുറച്ചുകൂടി പ്രൊമിനൻ്റായി മുന്നിലേക്ക് കയറി വരുന്നത് എന്ന് കാണാം. ഒരുപക്ഷെ അഭിമന്യു ഇവരോടൊപ്പം അല്ലെങ്കിൽ സുഭദ്ര ഇവരോടൊപ്പം താമസിച്ചത് കൊണ്ടാവാം. ഏതായാലും സുഭദ്രയ്ക്ക് വിലാളി വീരനായ അഭിമന്യു എന്ന ഒരു മകൻ ജനിച്ചു. അതേസമയം തന്നെ പാണ്ഡവർക്ക് പാഞ്ചാലിയിൽ ഈ 5 മക്കളും ഉണ്ടായി. യുധിഷ്ഠിരന്റെ മകനായി പാഞ്ചാലിയിൽ പിറന്നത് പ്രതിവിന്ധ്യനാണ്. ഭീമസേനന് സുതസോമൻ എന്ന മകൻ ജനിച്ചു. ശ്രുതകർമാവ് അർജുനന്റെ മകനായിരുന്നു. ശതാനീകൻ നകുലന്റെ മകനായിരുന്നു. ശ്രുതസേനൻ സഹദേവന്റെ മകനായും പാഞ്ചാലിയിൽ പിറന്നു. നാരദൻ വെച്ച കരാർ പ്രകാരം ഓരോ വർഷം പാഞ്ചാലി ഓരോരുത്തരോടൊപ്പം താമസിക്കണമെന്നാണ്. അങ്ങനെ ഓരോ പാണ്ഡവരോടൊപ്പം താമസിച്ചപ്പോഴും ഓരോ മകൻ പിറക്കുകയുണ്ടായി. അങ്ങനെ 5 മക്കൾ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം അഭിമന്യു ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പ്രതിവിന്ധ്യൻ ഉണ്ടായതായി പറയുന്നത്. അതോ ഇനി കാലക്രമത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ കാലഗണനയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയില്ല. ആദ്യം ഉണ്ടാകുന്നത് അഭിമന്യുവാണ്, പിന്നീടാണ് പ്രതിവിന്ധ്യൻ, സുതസോമൻ തുടങ്ങിയ മക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏതാണ്ട് 5 വർഷക്കാലം അവർ അവിടെ ഉണ്ടായിരുന്നു. പിന്നീടാണ് പാണ്ഡവരുടെ വനവാസമൊക്കെ വരുന്നത്. ഏതായാലും 12 വർഷം വനവാസം. അപ്പോൾ അഭിമന്യുവിന് ഏതാണ്ട് 17 വയസ്സ്. പക്ഷേ ചില സ്ഥലത്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് 16 വയസ്സുകാരനായ യുവാവാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് എന്നാണ്. എന്തായാലും കാലഗണനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ ഈ 5 മക്കളും അഭിമന്യുവും അവിടെ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. അഭിമന്യു അർജുനന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങളൊക്കെ അഭ്യസിക്കുന്നുണ്ട്. അഭിമന്യു മാത്രമല്ല, ഈ 5 മക്കളും ആയുധങ്ങൾ അഭ്യസിക്കുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കാലഗണന തെറ്റുകയാണ്. ഏതായാലും അർജുനൻ ഇവരെയൊക്കെ വേണ്ട വിധം പഠിപ്പിക്കുന്നു.
ആ കുട്ടികൾ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ വളരുന്നു. അപ്പുറത്ത് ദുര്യോധനന്റെ കുടുംബമുണ്ട് ഹസ്തിനാപുരത്ത്, ഇപ്പുറത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ പാണ്ഡവരും അവരുടെ ജീവിതം അങ്ങനെ നയിക്കുന്നു. അപ്പോഴാണ് ഒരു ദിവസം കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, കൃഷ്ണൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, അർജുനനോട് പറഞ്ഞു, അർജുന, വല്ലാത്ത ഉഷ്ണമായിരിക്കുന്നു, നമുക്ക് യമുനാ നദിയുടെ തീരത്തേക്ക് പോകാം, അവിടെ പോയി കുറച്ച് നേരം ചെലവഴിച്ചതിന് ശേഷം തിരികെ വരാം. അടുത്ത് ഖാണ്ഡവവനമുണ്ട്, ആ ഖാണ്ഡവവനത്തിലെ തണുത്ത കാറ്റേറ്റ് നമുക്ക് കുറേ നേരം ചെലവഴിക്കാം. അങ്ങനെ ധാരാളം സ്ത്രീകളുമൊക്കെയായി ഇവർ ഈ വനത്തിലേക്ക് പുറപ്പെട്ടു. സ്ത്രീകൾക്ക് നൃത്തം, പാട്ടുപാടൽ, ഇതിനൊക്കെ എങ്ങനെ ഇവരെ സന്തോഷിപ്പിക്കാനാണ് ഈ സ്ത്രീകളെയൊക്കെ ധാരാളം സമ്മാനങ്ങൾ കൊടുത്താണ് കൃഷ്ണന്റെ പത്നിയായ രുക്മിണിയും അതുപോലെ പാഞ്ചാലിയും ഒക്കെ യാത്രയാക്കുന്നത്. ആ സ്ത്രീകളുമൊക്കെ ഒരുമിച്ച് അങ്ങനെ ഈ യമുനാ നദിക്കരയിൽ ചെന്നു. തൊട്ടപ്പുറത്ത് ഖണ്ഡവവനം കാണാം. വളരെ നിബിഡമായ, ധാരാളം പക്ഷിമൃഗാദികൾ നിറഞ്ഞ, ധാരാളം മരങ്ങൾ ഒക്കെ നിറഞ്ഞ ഖണ്ഡവവനം അവർ കാണുകയാണ്. അങ്ങനെ അവർ വളരെ സന്തോഷിച്ചുകൊണ്ട് സ്ത്രീകളൊക്കെ മദ്യപിച്ച് മതോന്മത്തരായി പരസ്പരം തല്ലുകൂടിയും നൃത്തം ചെയ്തും ഒക്കെ കഴിഞ്ഞു എന്നാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അങ്ങനെ മനോഹരമായി കഴിയുന്ന ആ സമയത്ത് അവരുടെ സമീപത്തേക്ക് ഒരു ബ്രാഹ്മണൻ വന്നു. അയാൾ പറഞ്ഞു, വളരെ തേജസ്വിയായ ഒരു ബ്രാഹ്മണനാണത്. അയാൾ പറഞ്ഞു, നിങ്ങൾ വലിയ മഹാന്മാരാണ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് വേണ്ട ഭക്ഷണം തരണം. ഇവർ സമ്മതിക്കുന്നു, ഒരു ബ്രാഹ്മണനല്ലേ, എന്താണ് ഭക്ഷണം കൊടുക്കാൻ, എന്താണ്, ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് ഊണോ മറ്റോ കൊടുത്താൽ പോരെ. അവർ സമ്മതിക്കുന്നു. പക്ഷേ ആ ബ്രാഹ്മണൻ പറയുന്നു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ അഗ്നിയാണ്, എനിക്ക് വിശപ്പ് ഈ ഖണ്ഡവവനം ഭക്ഷിക്കുന്നതിനാണ്. അപ്പോൾ അർജുനൻ ചോദിക്കുന്നു, അങ്ങെന്താണ് ഈ ഖണ്ഡവവനം ഭക്ഷിക്കാനായിട്ട് കാരണം? ജനമേജയ രാജാവും അത് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ഖണ്ഡവവനം അഗ്നി ഭക്ഷിക്കാനുള്ള കാരണം? അതൊരു പ്രത്യേക കഥയാണ്. ആ കഥ വിസ്തരിച്ച് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. പണ്ട് ശ്വേതകി എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി യാഗം ചെയ്യലായിരുന്നു. നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഇവൻ്റെ മെയിൻ ജോലി യാഗം ചെയ്യലാ സാറേ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി യാഗം ചെയ്ത് ബ്രാഹ്മണർക്ക് തന്നെ മടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം. യാഗത്തിൽ ചുമ്മാ ചെന്നിരുന്നാൽ ഇഷ്ടം പോലെ പണം കിട്ടുന്നതാണ്, പശുക്കളെ കിട്ടുന്നതാണ്, ദാനം കിട്ടുന്നതാണ്. അങ്ങനെ ബ്രാഹ്മണർക്ക് തന്നെ മടുത്തു. കാരണം ഈ പുകയൊക്കെ അടിച്ച് കണ്ണ് നീറി ഒരു മനുഷ്യനും ഈ യാഗത്തിന് പോകാതായി. അങ്ങേരാണെങ്കിൽ ഈ യാഗം ചെയ്യൽ, നിർത്താതെയുള്ള യാഗം ചെയ്യൽ. അവസാനം ഈ ശ്വേതകി രാജാവ് ചെല്ലുന്ന കണ്ടാൽ ബ്രാഹ്മണർ ഓടി ഒളിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു രക്ഷയില്ല, ഇയാളെ കൊണ്ട് ഒരു രക്ഷയില്ല. അവസാനം ഇങ്ങനെ ബ്രാഹ്മണരെ കിട്ടാതെ വലഞ്ഞു, പലയിടത്തും ചെന്നു, ബ്രാഹ്മണരൊക്കെ ഓടി ഒളിച്ചു. അവസാനം കുറച്ച് ബ്രാഹ്മണരെ കണ്ടെത്തിയപ്പോൾ ആ ബ്രാഹ്മണർ പറഞ്ഞു, ഞങ്ങളുടെ ആരോഗ്യം വല്ലാതെ ക്ഷയിച്ചു പോയി, ഞങ്ങൾക്ക് ഇരുന്നിരുന്ന് മടുത്തു, അതുകൊണ്ട് വല്ല ശൂദ്രനെയും ചെന്ന് യാഗത്തിന് വിളിക്കണം എന്ന് കളിയാക്കി ഇവർ പറയുകയുണ്ടായി. രാജാവിന് വലിയ വിഷമമായി. ദൈവകാര്യമായ യാഗമാണ്, ഈ ബ്രാഹ്മണർ തന്നെ ഇങ്ങനെ തുടങ്ങുന്നു, എന്ത് ചെയ്യാൻ പറ്റും? ഈ രാജാവ് പോയി പരമശിവനെ തപസ് ചെയ്തു. കുറേ നാളത്തോളം തപസ് ചെയ്തു. 16 ദിവസത്തിലൊരിക്കൽ ആഹാരമൊക്കെ കഴിച്ച് അങ്ങനെ ഗംഭീര തപസ് ചെയ്തു. അങ്ങനെ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. പരമശിവനോട് പറഞ്ഞത്, എനിക്ക് മുടങ്ങാതെ യാഗം ചെയ്യാൻ എന്നെ തന്നെ യജിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അതായത് ബ്രാഹ്മണരാണല്ലോ യജിക്കേണ്ടത്, അപ്പോൾ എന്നെ തന്നെ യജിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പരമശിവൻ പറഞ്ഞു, ഏതായാലും ഇപ്പോൾ അത് സാധ്യമല്ല, നീ ഒരു 12 വർഷം, അതിന് ഞാൻ അധികാരിയുമല്ല, നീ ഒരു 12 വർഷം മുടങ്ങാതെ അഗ്നിയെ ഹോമം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയി ഈ ശ്വേതകി രാജാവ് 12 വർഷം മുടങ്ങാതെ അഗ്നിയിലേക്ക് നെയ്യൊഴിച്ച് യാഗം ചെയ്തുകൊണ്ടിരുന്നു. 12ാം വർഷം ഏതായാലും ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ പറഞ്ഞു, നിന്നെ യജിക്കാൻ അനുവദിക്കാൻ പറ്റില്ല, ഞാൻ വേറൊരാളെ ഏർപ്പാടാക്കി തരാം. അത് നീ ക്ഷത്രിയനാണ്, നിനക്ക് യാഗത്തിന് അർഹതയില്ല, ബ്രാഹ്മണനെ യാഗം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ അംശമായ ദുർവാസാവ് എന്നൊരു മഹർഷിയുണ്ട്, ഈ മഹർഷിയെ നിനക്ക് ഏർപ്പെടുത്തി തരാം. അതുകൊണ്ട് നീ അങ്ങനെ ആ മഹർഷിയെ കൊണ്ട് യാഗം ചെയ്യിക്കുക. അങ്ങനെ ദുർവാസാവിനെ കൊണ്ട് ശ്വേതകി യാഗം ചെയ്യിക്കാൻ ആരംഭിച്ചു. അങ്ങനെ നിരന്തരമായ യാഗം ചെയ്തു. ഈ യാഗത്തിൽ ഹോമിച്ച നെയ്യെല്ലാം കൂടെ ഭക്ഷിച്ച് എനിക്ക് അജീർണം, അതായത് നമ്മൾ ഈ മലയാളത്തിൽ പറയുന്ന പോലെ വയറുമുടക്ക് എന്നൊക്കെ പറയുന്ന പോലെ ദഹനക്കേട് പിടിപെട്ടു.
ഈ ദഹനക്കേട് കാരണം ഞാൻ വിളർത്ത് ഒരുമാതിരി നിറമൊക്കെ മങ്ങിയ അവസ്ഥയിലായി. ഞാൻ പ്രതിവിധിക്കായി ബ്രഹ്മാവിനെ ചെന്ന് കണ്ടു. ബ്രഹ്മാവ് പറഞ്ഞു, നിന്റെ ഈ വിളർച്ച നീ തുടർച്ചയായി നെയ്യ് ഭക്ഷിച്ചത് കൊണ്ടാണ്. അതിനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, നീ ഖാണ്ഡവവനം ദഹിപ്പിക്കണം. ഈ ഖാണ്ഡവവനം ദഹിപ്പിച്ചാൽ നിനക്ക് നിന്റെ വിളർച്ച മാറിക്കിട്ടും. അതിനായി ഞാൻ 7 വട്ടം ശ്രമിച്ചു. പക്ഷേ ഈ ഖാണ്ഡവവനത്തിൽ തക്ഷകൻ എന്നു പേരായ ഒരു നാഗം താമസിക്കുന്നുണ്ട്. ഈ തക്ഷകൻ ദേവേന്ദ്രന്റെ വലിയ സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ ദേവേന്ദ്രൻ ഒരു കാരണവശാലും ഈ വനം തീയിടാൻ സമ്മതിക്കില്ല. അതിനു മുൻപ് തന്നെ ദേവേന്ദ്രൻ മഴ പെയ്യിപ്പിച്ച് എൻ്റെ ഉദ്യമം മുടക്കും. അങ്ങനെ നിങ്ങൾ ഇടപെട്ടത് എനിക്ക് നടത്തിത്തരണം. ഞാൻ ബ്രഹ്മാവിനെ ചെന്ന് കണ്ട് വീണ്ടും ഉണർത്തിച്ചു. എന്നെ ഇങ്ങനെ ദേവേന്ദ്രൻ തടയുന്നു എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ദ്വാപരയുഗത്തിൽ കൃഷ്ണനും അർജുനനും ഉണ്ടാവും. നരനാരായണന്മാർ കൃഷ്ണാർജുനന്മാരുടെ വേഷത്തിൽ വരും. അവർ നിന്റെ ദുഃഖത്തിന് പരിഹാരം കാണും എന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അഭ്യർത്ഥന നിറവേറ്റിത്തരണം. അർജുനൻ പറഞ്ഞു, അങ്ങനെ അഭ്യർത്ഥന നിറവേറ്റിത്തരാം, പക്ഷേ ഞാൻ വലിയ ഒരാളുമായിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്. ആ യുദ്ധത്തിന് വേണ്ടി ചില സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ യുദ്ധം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെയാണ് ആ സാധനങ്ങൾ? അഗ്നി ചോദിച്ചു. എനിക്ക് നല്ലൊരു വില്ല് വേണം. എനിക്ക് നല്ലൊരു വില്ലില്ല. എൻ്റെ കൈക്കരുത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഒരു വില്ല് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എനിക്കൊരു വില്ല് വേണം. ഒപ്പം ധാരാളം അസ്ത്രങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ചറപറാന്ന് അസ്ത്രം ചെയ്യണം. ഈ യുദ്ധത്തിൽ ഇറാൻ ഡ്രോണുകളൊക്കെ വർഷിക്കുന്നത് പോലെ ചറപറാന്ന് പോകണം. അല്ല വല്ലപ്പോഴും ഒരു മിസൈൽ ഇട്ടാൽ പോരാ. അതുകൊണ്ട് അതിനുള്ള അമ്പ് ഒടുങ്ങാത്ത ആവനാഴി ആവശ്യമുണ്ട്. അമ്പൊടുങ്ങാത്ത ആവനാഴി, ഒരു വില്ല്, പിന്നെ ഒരു നല്ല രഥം. എനിക്ക് നല്ല രഥമില്ല, അത് വേണം. അതിനു പറ്റിയ കുതിരകൾ, കൊടിക്കൂറ, ഇതൊക്കെ എനിക്ക് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഖാണ്ഡവ ദാഹത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഖാണ്ഡവം ദഹിപ്പിക്കാൻ അഗ്നിയെ സഹായിക്കുന്നതിൻ്റെ പേരിൽ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ തട്ടിക്കൂട്ടാം അല്ലെങ്കിൽ എടുക്കാം എന്ന് അർജുനൻ കരുതി എന്ന് തോന്നുന്നു. അഗ്നി പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മദേവൻ ഉണ്ടാക്കിയ സോമൻ, അതായത് ചന്ദ്രൻ ഉപയോഗിച്ചിരുന്ന ഒരു വില്ല്, അതിപ്പോൾ വരുണന്റെ കയ്യിലുണ്ട്. ആ വില്ല് ഗാണ്ഡീവം എന്നാണ് ആ വില്ലിൻ്റെ പേര്. ആ വില്ല് അർജുനന് വേണ്ടി നൽകി. ഇങ്ങനെയാണ് ഗാണ്ഡീവം അർജുനന് ലഭിച്ചത്. ആ ഗാണ്ഡീവം എന്ന വില്ലും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അർജുനന് വേണ്ടി അഗ്നി നൽകി. ഒപ്പം നല്ല ഒരു തേര്, 4 വെള്ളക്കുതിരകൾ, ആ തേരിൽ കെട്ടാനുള്ള 4 വെള്ളക്കുതിരകൾ എന്നിവയും അഗ്നി നൽകി. പിന്നെ ആ തേരിനൊരു കൊടിക്കൂറയുണ്ടായിരുന്നു. അത് ഹനുമാൻ അടയാളമായിട്ടുള്ള ആ കൊടിക്കൂറയും ഉള്ള ഒരു തേരാണ് അഗ്നി അർജുനന് നൽകിയത്. കൃഷ്ണനും അഗ്നി സമ്മാനങ്ങൾ കൈമാറി. അതൊന്ന് ചക്രമായിരുന്നു, ചക്രായുധം. ആ ചക്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ശത്രുക്കളുടെ നേരെ തൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശത്രുക്കളുടെ നേരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ, ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം തിരികെ കൃഷ്ണന്റെ സമീപത്തേക്ക് തന്നെ ആ ചക്രായുധം വന്നു ചേരും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീട് കൗമോദകി എന്ന ഗദ, കൃഷ്ണനെ പറ്റി പറയുമ്പോൾ കൗമോദകി സരസിജം എന്ന വാക്ക് എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് ഒരു പ്രാർത്ഥനയിലൊക്കെ. ആ കൗമോദകി എന്ന ഗദയും കൃഷ്ണന് അഗ്നിയാണ് സമ്മാനമായി നൽകിയത്. ഈ ഗാണ്ഡീവമാണ് അർജുനൻ ഒരിക്കലും താഴെ വയ്ക്കുകയില്ല എന്നും, അല്ലെങ്കിൽ അർജുനൻ മറ്റൊരാളെ ഏൽപ്പിക്കുകയില്ല എന്നും ശപഥം ചെയ്തിട്ടുള്ളത്. ആരാണോ ഗാണ്ഡീവം മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറയുന്നത്, അയാളുടെ തല ഞാൻ കൊയ്തെടുക്കും എന്നൊരു പ്രതിജ്ഞ കൂടി അർജുനൻ ചെയ്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയുടെ പേരിലാണ് യുധിഷ്ഠിരനെ പിന്നീട് വധിക്കാൻ ഒരുമ്പെടുന്നത്. അതൊക്കെ മഹാഭാരതത്തിലെ പിന്നാലെ വരുന്ന കഥകളാണ്. അപ്പോൾ ഗാണ്ഡീവം തറയിൽ വെക്കില്ല എന്നും ഗാണ്ഡീവം മറ്റാരുടെയും കയ്യിൽ കൊടുക്കില്ല എന്നും അർജുനൻ ശപഥം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അർജുനനെ അർജുനനാക്കിയ ഗാണ്ഡീവം അർജുനൻ ലഭിച്ചത് ഖണ്ഡവ ദഹനത്തിന് മുന്നോടിയായി അഗ്നി നൽകിയതാണ്. ആ ഗാണ്ഡീവം വരുണനിൽ നിന്നാണ് അർജുനന് അഗ്നി വാങ്ങി നൽകുന്നത്. പിന്നീട് ഒടുവിൽ എല്ലാം കഴിഞ്ഞ് മഹാപ്രസ്ഥാനത്തിന് പുറപ്പെടും മുമ്പ് ഈ ഗാണ്ഡീവം തിരികെ വരുണനെ തന്നെ ഏൽപ്പിക്കാൻ അഗ്നി പറയുന്നുണ്ട്. അന്ന് മടിച്ച് അർജുനൻ ആ ഗാണ്ഡീവം കൈയൊഴിയുന്നുണ്ട്. മഹാഭാരതത്തിൻ്റെ കൂടുതൽ കഥകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.